നമസ്കാരം. നമ്മളെല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി കാത്തിരുന്ന നമ്മുടെ എസ്കെൻ ശ്രീകണ്ഠൻ നായർ എന്ന അധികായകൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹാഷ്മി അടക്കമുള്ള 24ന്റെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എങ്കക്കാട് ഗ്രാമത്തിലേക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഹരിതലഹരി എന്ന തത്വവുമായി മുന്നോട്ട് പോകുന്ന 24 ചാനൽ ടീമിന് ഈ എങ്കക്കാട് ഗ്രാമം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തീകരിച്ച് ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചരിത്രം തിരുത്തുകയും ചെയ്ത മാധ്യമരംഗത്ത് അധികായകനായിട്ടുള്ള ശ്രീ SKN ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ആഹ്ലാദത്തോടുകൂടി നിൽക്കുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനാണ് ഹാഷ്മി. അങ്ങനെയുള്ള 24ന്റെ സ്മിത അടക്കമുള്ളവരെ ഈ ഗ്രാമം അങ്ങേയറ്റം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കലാകാരന്മാർക്ക് ജന്മം ഗ്രാമം PN മേനോൻ മുതൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സിദ്ധാർത്ഥ ഭരതൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ PN മേനോൻ, KPSC ലളിത, കലാമണ്ഡലം, ഹൈദരാലി, നവാസ്, നിയാസ് തുടങ്ങിയ കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത ഈ എങ്കക്കാട് ദേശം ഹരിതലഹരി എന്ന തത്വം കുറെ നാളുകൾ തന്നെ മുന്നോട്ട് വെച്ച് നാട്ടുകൂട്ടം എന്ന പരിപാടിയിലൂടെ ഈ ലഹരി വിമുക്ത ഗ്രാമമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മാധ്യമ രംഗത്ത് അധികാരികളുടെ എത്തിയിരിക്കുകയാണ്. ഈ ഗ്രാമം അങ്ങേയറ്റം സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഒരു വലിയ കയ്യൊടിയോടുകൂടി അവരെ നമ്മൾ ഈ നാട്ടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ായിട്ടുള്ള പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ ഇവരെ പൊന്നാട ചാർത്തുന്നതിന് അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് അജിത് കുമാർ പ്രതിപക്ഷ നേതാവാണ് നഗരസഭയുടെ. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭ. BJPയുടെ നേതാവ് നിത്യസാഗറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ തിരുത്തിയിലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ കണ്ണൻ നായരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായിക്ക് വേണ്ടി ശ്രീ PN ഗോകുലൻ അവറുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എങ്കക്കാട് പൂര കമ്മിറ്റിക്ക് വേണ്ടി പൂരത്തിന്റെ നാടായ ഉത്രാളിക്കാവിന്റെ തട്ടകത്തേക്ക് ശ്രീ TP ഗിരീശൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഷാള് അണിയിച്ചവര് സ്റ്റേജിൽ നിന്ന് ഒന്ന്, കാരണം സ്റ്റേജിന്റെ കപ്പാസിറ്റി അങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു, സ്നേഹപൂർവ്വം ഒന്ന് മറ്റുള്ളവർക്ക് അവസരം ഒരുക്കി കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ശ്രീ പ്രകാശൻ ചെമ്പത്ത്, ശ്രീ സേതുമാധവൻ, ശ്രീ കവിത, സിജിത്ത്, ശ്രീ PK വിജയൻ, AKTA വേണ്ടി ശ്രീ അരവിന്ദാക്ഷൻ, മനോജ് കടമ്പാട്ട് എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അനിരുദ്ധൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ അജിത് കുമാർ മല്ലയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതെ, എല്ലാവരും ശ്രീ അരവിന്ദാക്ഷൻ, ശ്രീ അനിരുദ്ധൻ സാറ്, ഈ ഷാള അണിയിച്ച് കഴിഞ്ഞവര് ബാക്കിയുള്ളവർക്ക് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ കവിത കൃഷ്ണനുണ്ണി, മുനിസിപ്പൽ കൗൺസിലറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ നാട്ടിലെ ഇതിൻ്റെ സംഘാടകരിൽ ഒരാളായ സിജിത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ വ്യാപാരി വ്യവസായിക്ക് വേണ്ടിയിട്ടുള്ള ശ്രീ അജിത് കുമാർ മല്ലയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി ആരെങ്കിലും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബിജു ഇസ്മയിൽ, മറ്റാരെങ്കിലും സ്വീകരിക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് സ്വീകരിച്ച് പോയാൽ നന്നായിരുന്നു.
ഹാഷ്മിയെ സ്നേഹപൂർവ്വം ഷാളണിയിക്കാൻ ശ്രീ PK വിജയൻ, ശ്രീ സുമേഷ് എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ കണ്ണൻ നായർ എന്ന നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന അച്ചായൻ ഹാഷ്മിയുടെ ഒരു വലിയ കടുത്ത ആരാധകനാണ്. ഇതിൻ്റെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായിട്ടുള്ള ശ്രീ PK വിജയൻ, മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് ഈ ഹാഷ്മിയെ ഒന്ന് ഷാളണിയിക്കുക എന്നുള്ളത്. ആക്സിന് വേണ്ടിയിട്ട് ശ്രീ ഫ്രാൻസിസ് അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് തുടങ്ങുകയാണ്. ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ലഹരിക്കെതിരെ മാരകമായിട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഈ എങ്കക്കാട് ഗ്രാമത്തിൽ ഒരു ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും നാട്ടുകൂട്ടം എന്ന പേരിൽ അത് കേരളത്തിൽ മൊത്തം ചർച്ചയാവുന്ന തരത്തിൽ പ്രത്യേകിച്ച് മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ വലിയ പങ്ക് നമുക്കതിന് തന്നു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മാധ്യമരംഗത്തെ അതികായകൻ എന്നറിയപ്പെടുന്ന 40 വർഷം ഈ രംഗത്ത് പ്രവർത്തിച്ച് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന പോലും ശീതീകരിച്ച ആ ചാനൽ മുറിയിൽ മാത്രം കൂടേണ്ടതല്ല എന്ന് മനസ്സിലാക്കി ഈ സമൂഹത്തെ ചേർത്തി പിടിച്ചുകൊണ്ട് അത് നമ്മുടെ കേരളത്തിലെ അനവധി ദുരന്തങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്ന സമയത്ത് ശ്രീ SKN അതിൻ്റെ മുന്നിൽ നിന്ന് അവർക്ക് കൈകൊടുത്ത് സ്നേഹപൂർവ്വം അവരെ സാന്ത്വനിപ്പിക്കാറുണ്ട്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് തന്നെ എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വേറിട്ട് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി ഈ ലഹരിക്ക് വേണ്ടി അദ്ദേഹം ആ മുറി വിട്ടിറങ്ങി നമ്മുടെ പോലെയുള്ള ഗ്രാമങ്ങൾ തേടി നമുക്ക് വേണ്ട ഉപദേശങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഈ മണ്ണിലേക്ക് അങ്ങേയറ്റം സ്നേഹപൂർവ്വം വലിയ ആദരവോടുകൂടി ഈ എങ്കക്കാട് ഗ്രാമം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന്, എല്ലാവരും വൈകുന്നേരം 8 മണിയായി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം ആവേശത്തോടു കൂടി ചിലപ്പോൾ തോന്നും ഇന്ന് എൻ്റെ ആളാണെന്ന്, ചിലപ്പോൾ മറ്റൊരാളുടെ ആളാണെന്ന് തോന്നും. ഹാഷ്മി എന്ന അതികായകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങേയറ്റം സ്നേഹപൂർവ്വം ഈ ഗ്രാമം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്മിത ഹരിദാസ്, ഈ പരിപാടി 24-ൻ്റെ പരിപാടി കാണുന്ന എല്ലാവരും അങ്ങേയറ്റം ആദരവോട് കാണുന്നൊരു പ്രവർത്തകയാണ്. അവരെ സ്നേഹപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറായിട്ടുള്ള ശ്രീ ഷീല മുരളിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ K അജിത് കുമാറുണ്ട്, ശ്രീ TP ഗിരീശനുണ്ട്, ശ്രീ PK വിജയനുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും, മുഴുവൻ അമ്മമാർക്കും സഹോദരിമാർക്കും മറ്റ് ബന്ധുക്കൾക്കും അങ്ങേയറ്റം സ്നേഹപൂർവ്വം വളരെ സന്തോഷത്തോടു കൂടി അരുതലഹരി എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു ഗ്രാമം എങ്കക്കാട് ഇന്ന് സന്തോഷത്തിൻ്റെ അത്രയും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഒരുപാട് പേരെ ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം. നമ്മുടെ 40 വർഷത്തെ മാധ്യമരംഗത്ത് 40 വർഷത്തെ അതികായനായ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കലാകാരന്മാരുടെയും അതുപോലെ തന്നെ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെയും തട്ടകമായ എങ്കക്കാടിലേക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിനും ടീമിനും ഹാർദമായ സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചാനലുകളിൽ മാത്രം ചർച്ചകളിലും അതുപോലെ കണ്ടിട്ടുള്ള നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ്, അതേപോലെ തന്നെ ഹാഷ്മി, അതുപോലെ തന്നെ സ്മിത ഹരിദാസ്, അവരെല്ലാവരും നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് കാര്യങ്ങളും ചാനലിലൂടെയും അതുപോലെ വാർത്തയിലൂടെയും മാത്രമേ എല്ലാ രംഗത്തെ കാര്യങ്ങളും അറിയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ആ മാധ്യമ
സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുപോലെ നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതിയാണ് രാസലഹരി. രാസലഹരിയുടെ പിടിയിൽപ്പെട്ടുപോയ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പേര് ഇതിൻ്റെ പിടിയിൽ അമർന്നു പോയിട്ടുണ്ട്. എന്ന് നമ്മൾ പത്രമെടുത്ത് നോക്കിയാലും അതുപോലെ ചാനൽ ചർച്ചകളിലായാലും എല്ലാറ്റിലും ഇതിൻ്റെ മാരകമായ ഒരു വിപത്ത് നമ്മളെ കാത്തിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഇവരെ മോചിപ്പിച്ചുകൊണ്ട് അതൊന്നും നമ്മുടെ വാർഡിലേക്ക് കടത്തുകയില്ല, അങ്ങനെയുള്ള ഒരാളെയും നമ്മുടെ വാർഡിലേക്ക് കടത്തുകയില്ല എന്നും അതിനായി കുട്ടികളെ അതുപോലെ തന്നെ അമ്മമാരെ അതുപോലെ തന്നെ ക്ലബ്ബ് ഭാരവാഹികളെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒരു വാർഡിൻ്റെ മുഴുവൻ ചുമതലക്കാരായി ഏൽപ്പിച്ചുകൊണ്ട് ഒരു പ്രതിരോധ കോട്ട കെട്ടിക്കൊണ്ട് ഒരു ലഹരിയെയും നമ്മുടെ വാർഡിലേക്ക് അടുപ്പിക്കില്ല എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ വലിയ ഒരു സംരംഭത്തിന് ഈ സാറ് നയിക്കുന്ന ഈ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. സാറിനും മറ്റു മാധ്യമ പ്രവർത്തകർക്കും നമുക്കിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദമായി ഒന്നുകൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഇതിനെല്ലാം രാസലഹരിയുടെ പിടിയിലമർന്ന എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്ന് അതിലേക്ക് ഇനി ആരും പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒറ്റക്കെട്ടായി നമുക്ക് നേരിടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മളെല്ലാവരും അങ്ങേയറ്റം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഈ 24-ൻ്റെ മാധ്യമ രംഗത്തുള്ളവരുടെയാണ്. എന്നിരുന്നാലും ഈ ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ഒരു 2 വാക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. ശ്രീ അജിത് കുമാർ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ, നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ ആകാശവാണി റേഡിയോയിലൂടെ കേട്ടു തുടങ്ങിയ ശബ്ദം നമ്മൾ കാണാൻ തുടങ്ങിയത് ഏഷ്യാനെറ്റിലൂടെയാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ 24-ലെത്തി നിൽക്കുകയാണ്. 24 ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ചാനലായിട്ട് വളർന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഭാഗമാണ്. ഒരുമിച്ച് ഞങ്ങൾ കോളേജ് വിദ്യാഭ്യാസ കാലം തൊട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വലിയ സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ജാഥ മറ്റേ 24-ൻ്റെ ഈ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന അരുത് അക്രമം ലഹരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം കൂടിയാണ് ഈ വിഷയം. അപ്പോൾ ഒരു സാമൂഹ്യ സംഘടനകളും മറ്റുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമൊക്കെ വലിയ പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും ഇതുപോലെ ജനശ്രദ്ധയെ ആകർഷിച്ച ചാനലുകളും അതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകരുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമില്ല. ശ്രീകണ്ഠൻ നായർക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഈ ഒരു വലിയൊരു പരിപാടിയായി വന്ന 24 ടീമിന് എല്ലാവിധ ആശംസകളും. 24 ഒരിക്കലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അത്തരത്തിലൊരു മോശം വാർത്ത ഒരു കാലത്തും കേൾക്കേണ്ടതായിട്ട് വരില്ല. അതിർത്തിയിൽ പട്ടാളക്കാർ നിൽക്കുന്ന പോലെ ഈ നാട്ടിലെ എല്ലാ അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും രാസലഹരിക്ക് വേണ്ടി ഈ നാട്ടിൽ വരാതിരിക്കാനായിട്ട് എല്ലാവിധ പിന്തുണയും എല്ലാ കാലത്തും ഉണ്ടാകും. അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളിങ്ങനെ നാട്ടുകൂട്ടം ഉണ്ടാക്കിയതും പലതരത്തിലുള്ള പരിപാടികളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. തുടർച്ചയായി ഈ ഒരു പരിപാടിയിൽ ഇവിടെ നിൽക്കുന്നതല്ല, തുടർച്ചയായി രാസലഹരിക്ക് എതിരെ ഞങ്ങൾ എല്ലാ സമയത്തും പോരാടിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും 24 അടക്കമുള്ള ഒരു ചാനലിലും ഞങ്ങളെ നാടിനെ മോശപ്പെടുത്തിക്കൊണ്ട് ഒരു ന്യൂസും വരില്ലെന്ന് ഈ വേദിയിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്. ഓക്കെ, താങ്ക് യു. ശ്രീ TP ഗിരീശൻ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ 24-ൻ്റെ ഈ ആകാശം അങ്ങനെ നമ്മുടെ ഈ ഗ്രാമത്തിലും എത്തിച്ചേർന്നു. ഇതിൻ്റെ യാത്ര ഉദ്ദേശിച്ചതുപോലെ സമാപനം കുറിക്കുന്ന സമയത്തേക്ക് കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഇതിൻ്റെ ഒരു അവബോധം ഉണ്ടാവും എന്ന് 100% ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി യൂണിഫോം അണിഞ്ഞിവിടെ എത്തിയിട്ടുള്ളത് തയ്യൽ തൊഴിലാളി യൂണിയൻ്റെ ആൾക്കാരാണ്. അവരെ പ്രതിനിധീകരിച്ച് ശ്രീ അരവിന്ദാക്ഷൻ ഒരു വാക്ക് സംസാരിക്കുന്നതാണ്. നമ്മുടെ SKN 40 എന്ന ഈ പരിപാടി തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ എന്നും
കാണാറുണ്ട്. കാലത്ത് നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ വടക്കാഞ്ചേരിയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി അങ്കക്കാട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് തന്നെ അറിയിച്ചപ്പോൾ ഞങ്ങൾ മുന്നേ തന്നെ ഒരുപാട് എല്ലാ വർഷവും ഇതിനു വേണ്ടി പ്രതിജ്ഞ എടുക്കേണ്ടതാണ്, രാസലഹരിക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ അതിനൊരു അവസരം കിട്ടിയപ്പോൾ സംഘടനയ്ക്കകത്ത് നിന്ന് എത്ര പേരെ, ഇപ്പോൾ ചുരുങ്ങിയത് നമ്മളൊരു 100 പേരാണ് ഇവിടെ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ. 2050 പേര് ഇവിടെ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും വരാൻ പറഞ്ഞതിൽ ഇവിടെ അതിനുവേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു നന്ദി പറയുന്നതോടൊപ്പം SKൻ്റെ ഈ യജ്ഞം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാ കെട്ടുറപ്പും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. നമ്മളെല്ലാവരും ആവേശപൂർവ്വം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീ SKN എന്ന ശ്രീകണ്ഠൻ നായർ അവറുകളുടെ ആണ്. അദ്ദേഹം 40 വർഷം മാധ്യമരംഗത്ത് പൂർത്തീകരിച്ചു. ഇനിയും ഉത്തരോത്തരം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഈ സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ എങ്കക്കാട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ 2-3 തവണ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് എന്തുപറ്റി, അത്യാഹിതമൊന്നും ഇല്ലല്ലോ? ഒരു വാർത്തയ്ക്ക് സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ തീ പിടിച്ചാലും നമ്മൾ ആദ്യം ആലോചിക്കുക ഒരു വാർത്തയ്ക്ക് സാധ്യതയുണ്ടോയെന്ന്. എങ്കക്കാട് നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ഭരതേട്ടൻ്റെ നാടാണ്. ലളിത ചേച്ചിയെ നിങ്ങൾ ദത്തെടുത്തു. പിന്നെ ഒടുവിലിൻ്റെ നാടാണ്. ഇവരുമായിട്ടൊക്കെ അത്യാവശ്യം ഭരതേട്ടനുമായിട്ട് എനിക്ക് അത്ര അടുക്കാൻ കഴിഞ്ഞിട്ടില്ല, വളരെ ദൂരെ നിന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ലളിത ചേച്ചി എനിക്ക് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. മരിക്കുന്നവരെയും മിക്കവാറും ഒരാഴ്ചയ്ക്ക് ഒരു ദിവസമൊക്കെ ചേച്ചി ഫോൺ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ നടന്മാരിൽ ഒരാളായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. നമ്മുടെ ചില തിരക്കഥാകൃത്തുക്കളൊക്കെ പറയും ശങ്കരാടിയും ഒടുവിലുമൊക്കെ മരിച്ചു പോയതിന് ശേഷം, മാമുക്കോയൊക്കെ മരിച്ചു പോയതിന് ശേഷം അതേപോലെയുള്ള കഥാപാത്രങ്ങൾ എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ചെയ്യാൻ കേരളത്തിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ ഉണ്ടാകാറുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല സ്വപ്നം ഏതാണെന്നറിയാമോ? ശങ്കരാടിയും അടൂർ ഭവാനിയും പ്രണയാതുരമായ മനസ്സോട് ഒരു സ്ലോ മോഷനിൽ വരുന്നു. എന്ത് രസമാണ് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച ഇവരൊക്കെ മൺമറഞ്ഞു പോയപ്പോൾ അതിന് പകരം ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ കുറേ കാലം ഫോറസ്റ്റ് ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഞാൻ ഈ എങ്കക്കാട് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്കക്കാട് എനിക്ക് പരിചയമുള്ളൊരു സ്ഥലം തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഞാൻ ഈ തൃശ്ശൂർ പരിസരത്ത് വന്നിട്ട് തന്നെ കുറേ കാലമായി കേട്ടോ. 24 വയസ്സോളം ആകുമ്പോൾ ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലൊരു മാഷായിട്ട് വന്നു. അവിടെ കുറേ കാലം അടിഞ്ഞുകൂടി. അതിനുശേഷം വലിയ കുഴപ്പം പരിക്കൊന്നും ഇല്ലാതെ ഞാൻ തൃശ്ശൂരിലെ രാമവർമ്മരത്തുള്ള ആകാശവാണി നിലയത്തിലേക്ക് ചേക്കേറി. അപ്പോൾ അവിടെ കത്തുകൾ വായിക്കുക, യുവാണി ചേട്ടനായിട്ട് അവതരിക്കുക, അങ്ങനെ ഈ പലതും എന്നൊരു പ്രോഗ്രാം അവിടെ ഉണ്ട്, കണ്ടതൻകെട്ട് മോഡലിൽ. അങ്ങനെ പല സമയത്ത് പല പോസ്റ്റുകളിലായിട്ട് തൃശ്ശൂർ ആകാശവാണിയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. രമേശൻ നായരും PK കേശവൻ നമ്പൂതിരിയും അക്കിത്തവും അതുപോലെ ഒരുപാട് മങ്ങാട് നടേശനും ഒരുപാട് M തങ്കമണിയും KV മണികണ്ഠൻ നായരും അങ്ങനെ എത്രയോ കലാകാരന്മാർക്കൊപ്പമാണ് ഞാൻ തൃശ്ശൂർ ആകാശവാണിയിൽ ഉണ്ടായിരുന്നത്. അവിടെ ഉള്ളൊരു കലാകാരനെ ഞാൻ പറയാതിരുന്ന അങ്ങനെ എൻ്റെ വീട് കയറി അടിക്കും. MD രാജേന്ദ്രൻ, ഹിമശൈല സൈകത ഭൂവിൽ എന്നുള്ള പാട്ടൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ പാട്ടൊക്കെ എഴുതിയ MD രാജേന്ദ്രൻ, അദ്ദേഹമാണ് ഇപ്പം നമ്മുടെ സിഗ്നേച്ചർ സോങ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മോശമാവും. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ എങ്കക്കാട് തൃശ്ശൂർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റാണ് ന്യൂസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ നാടാണ്, അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ ഈ നാട് പരിചിതമാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാളായ ഭരതൻ്റെ നാട്. പിന്നെ ലളിത ചേച്ചിക്ക് തുല്യം ലളിത ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാള സിനിമയിൽ, ആ ചേച്ചിയുടെ നാട്. പിന്നെ ഒടുവിലിൻ്റെ നാട്. നമുക്കറിയാം ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ തേടി വരുന്ന ആ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഒരിക്കലും ആരും മറന്നു പോവില്ല. അപ്പോൾ അത്രയും നല്ല ആൾക്കാർ ജീവിച്ചിരുന്നൊരു മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ വലിയ അഭിമാനമുണ്ട്. ഇനി ഞാൻ പറയാൻ വരുന്നത് വളരെ മാരകമായ
ഒരു പ്രശ്നമാണ്. വോക്കൽ കോഡൊക്കെ ഏതാണ്ട് ഒലഞ്ഞു തുടങ്ങി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞതേ ഉള്ളൂ, ഈ പര്യടനം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ തൊട്ടുള്ള പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്ക് മാത്രം പറ്റിയ പണിയാണ്. നമ്മളൊക്കെ ഒരു തവണ ഒരു 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒന്ന് കയറിയതേ ഉള്ളൂ, കരുവാളിച്ചങ്ങ് വൃത്തിയേടായി. ഇവരൊക്കെയാണ് എന്താ ഇവരുടെ കഴിവെന്നറിയത്തില്ല. എന്ത് ലൈറ്റ് അടിച്ചാലും ഒരു കുഴപ്പം വരത്തില്ല. സൂര്യൻ കത്തി താഴ്ത്തിറങ്ങിയാലും പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവർ നടന്നങ്ങ് പോകും. അപ്പം നമുക്ക് ഈ ഞാനും ആഷ്മിയും സ്മിതയും ഒക്കെ AC റൂമിലിരുന്ന് ഭയങ്കര ചൂടടെ ഒന്നുകൂടെ തണുക്കട്ടെന്ന് പറഞ്ഞ് തണുപ്പിച്ച് ഏതാണ്ട് തണുപ്പിൽ ഉറഞ്ഞു പോയ മനുഷ്യരാണ്. അപ്പം നമ്മൾ ഈ തണുപ്പ് ഉറഞ്ഞതിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം ആഷ്മിയൊക്കെ ഇങ്ങനെ ഇരുന്ന ആളാണോ നോക്കി, എന്തൊരു നല്ല മുഖമായിരുന്നു, ലാവണ്യം ഇങ്ങനെ വഴിഞ്ഞങ്ങോട്ട് ഒഴുകുകയായിരുന്നു. ഇപ്പോൾ ഒക്കെ പോയി, എല്ലാം പോയി. സ്മിതയൊക്കെ സൗന്ദര്യപ്പെട്ടതിനൊക്കെ മത്സരിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു പര്യടനം കേരളത്തിൽ നടത്തണം? നിങ്ങൾക്കറിയുന്ന പോലെ തലസ്ഥാന നഗരിയിലാണ് ഈ പര്യടനം ആരംഭിച്ചത്. കേരളത്തിലെ മിക്ക താലൂക്കുകളും ടച്ച് ചെയ്താണ് ഈ പര്യടനം പോകുന്നത്. 14 ജില്ലകളും കടക്കും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നത്, ഈ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഈ ഒരു കാലത്ത് അമ്മമാർക്ക് ജീവിക്കേണ്ടി വരും. നമ്മൾ ഓരോ കാലത്ത് നമ്മൾ പറയും സത്യൻ്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ കാലത്ത് ജീവിക്കേണ്ടി വന്നത് നമ്മുടെ ഭാഗ്യമാണ്, പുണ്യമാണെന്നൊക്കെ പറയും. എനിക്കിപ്പോൾ തോന്നുന്ന ഈ അമ്മമാർ ഈ കാലത്ത് ജീവിക്കേണ്ടി വരും എന്തോ ഒരു ആശങ്കയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ 7ലും 8ലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും രാസലഹരിക്ക് അടിമയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അവിശ്വസിക്കരുത്. നമ്മുടെ വാർത്താമുറികളിൽ നിന്ന് നമ്മൾ ഈ പടച്ചുവിടുന്ന വാർത്തകൾ മാത്രമല്ല, നമ്മൾ അവഗണിക്കുന്ന കുറേ വാർത്തകളുണ്ട്. നമ്മൾ ശരിക്കും മയക്കുമരുന്നിനായിട്ട് ഇപ്പോൾ ഒരു കൊട്ട വെച്ചിരിക്കുക. അതിൽ കുറച്ച് വാർത്തകൾ നമ്മൾ കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. കാരണം ചില വാർത്തകൾ കേട്ടാൽ നമ്മുടെ ചങ്ക് പിളർന്നു പോകും. ആ രീതിയിലുള്ള വാർത്തകൾ വരുന്ന ഒരു കാലമാണ്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനൊരു യാത്ര തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരു ജനുവരി ആയതിനു ശേഷം കൊലപാതകത്തിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഓരോ ദിവസം ഒരു ദിവസം രാവിലെ 7 മണിക്കൊക്കെ ഞാൻ ഐശ്വര്യമായിട്ട് വന്ന് നിൽക്കുമ്പോൾ, അത്യാവശ്യം ഒരു നല്ല മുണ്ടൊക്കെ കൊടുത്തല്ലേ വരുന്നത്, മുണ്ടൊക്കെ എടുത്ത് കൊടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഞാൻ കൊലപാതകത്തെക്കുറിച്ചൊന്നും പറയില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഇതാ വരുന്നു ചണ്ണപ്പേട്ടയിലെ ശിവശങ്കർ എന്ന് പറയുന്ന ആൾ സ്വന്തം അമ്മയെ പിച്ചാത്തിക്ക് കുത്തിക്കൊന്നു. സ്വന്തം അമ്മയുടെ വിരിമാറിലേക്ക് നെഞ്ചിലേക്ക് കുത്തി ഇറക്കാൻ കഴിയുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട് കേരളത്തിലിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്വാധീനിക്കുന്ന കഥാപാത്രമാരാ? അമ്മയാണ്. അമ്മയ്ക്കപ്പുറം ഒരു ലോകവുമില്ല. പിതാവൊക്കെ പിന്നാലെ വരുന്നുള്ളൂ. ചില ആൾക്കാർ ചോദിക്കും, നിങ്ങളെപ്പോഴും ഈ അമ്മമാരെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നത്. ഞാൻ അമ്മയുടെ ഒരു അഡിക്റ്റാണ്. കാരണം അമ്മ പഠിപ്പിച്ചതേ എൻ്റെ ഉള്ളിലുള്ളൂ, അമ്മ പറഞ്ഞതേ എൻ്റെ തലച്ചോറിൽ ഓർമ്മയായി നിലനിൽക്കുന്നുള്ളൂ. അമ്മയുടെ വാക്കുകളൊക്കെ തന്നെ എന്നിൽ ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് 10, 20, 50 കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരുടെയും കഥ അതാണ്, അനുഭവം അതാണ്. അതേ അമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റാൻ ആ വയറ്റിൽ നിന്ന് വന്നൊരു മകന് കഴിയുമെങ്കിൽ ഈ കാലത്തെ മൂല്യനാശം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അമ്മയുടെ മുഖത്ത് നോക്കി ഒരുവന് പള്ളയ്ക്ക് എങ്ങനെ കൊലക്കത്തി കയറ്റാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. അതിന് പറ്റിയ ഔഷധമാണ് ഈ രാസലഹരി എന്ന് പറയുന്നത്. ഈ രാസലഹരി, നിങ്ങൾ എങ്കക്കാടൊരു നാട്ടുമ്പുറമാണെന്ന് എനിക്കറിയാം. നന്മകളാൽ സമൃദ്ധമായ മണ്ണാണ് ഈ എങ്കക്കാടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ എങ്കക്കാട്ടിലെ ഒരു മനുഷ്യൻ നൽകിയ ഉറപ്പ് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് ആവേശം പകരുന്നു. ഞങ്ങളുടെ വാർത്താമുറിയിലേക്ക് എങ്കക്കാട്ടിൽ നിന്ന് മയക്കുമരുന്നിൻ്റെ ഒരു വാർത്ത വരില്ല. ആ നാവ് പൊന്നായിരിക്കട്ടെ. പക്ഷേ അതേസമയം നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് ഈ വിഷധൂളി ഊതിവിടാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവനെ ആട്ടി പായിക്കാനുള്ള ചങ്കുറപ്പ് നിങ്ങൾ ഉണ്ടാക്കണം. എങ്കക്കാട്ടിലേക്ക് അപരിചിതനായ ഒരുവൻ മയക്കുമരുന്നുമായി കടന്നു വരാൻ ഈ മണ്ണിൽ പിറന്ന് നിങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾ കൈവച്ചു പറയണം. കാരണം MDMA പോലുള്ള രാസലഹരി ഉപയോഗിക്കുന്ന ആളിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാമോ? അവന് കൊലപാതകം ഒരു പ്രണയമാണ്. എതിരെ നിൽക്കുന്ന ഒരാൾ, അത് ആരുമാകട്ടെ, ഏത് ബന്ധുവാകട്ടെ, അയാളുടെ നെഞ്ചിലേക്കൊരു കത്തി കയറ്റി രക്തമിങ്ങനെ ചീറ്റിത്തെറിക്കുന്ന സമയത്ത് മനസ്സിന് എന്തൊരു സുഖമെന്ന് ചിന്തിക്കുന്നവനാണ് ഒരു രാസലഹരിക്കാരൻ. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ആശ്വസിക്കാൻ വകയില്ല.
തൊട്ടടുത്ത വീട്ടിലെ ഏതെങ്കിലും അന്യസംസ്ഥാനത്ത് നിന്നൊരു തൊഴിലാളിയായാലും മതി, അവൻ കൃത്യമായി നിരന്തരം ഇത്തരം മാരകമായ വിഷം ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ അവൻ പാതിരാ നേരം നിങ്ങളുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കൊലക്കത്തിയുമായി കടന്നു വന്നു വരാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിറങ്ങുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ നിരീക്ഷിക്കണം. കുറേ കാലം നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിലും സാരമില്ല. കാരണം കേരളം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ പട്ടാളക്കാരെക്കുറിച്ച് പറയാറില്ലേ, അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നതെന്ന്. അതേപോലെ ആകണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. നിങ്ങൾ ഉറങ്ങരുത്. നിങ്ങൾക്ക് ഉറങ്ങാനൊരു സമയം വരും, കാലം തീരുമാനിച്ച ദിവസം. അതുവരെ നിങ്ങൾക്ക് ഉറങ്ങാതെ ഇരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ജാഗ്രത, നിങ്ങളുടെ കരുതൽ, അതാണ് നിങ്ങൾ ചുറ്റുമുണ്ട് എന്നൊരു തോന്നലിൽ വേണം നമ്മുടെ നാട്ടിലെ അമ്മമാർ ഉറങ്ങാൻ. അല്ലെങ്കിൽ MDMAയോട് താല്പര്യമുള്ളൊരു മകൻ സ്വന്തം അടുത്ത മുറിയിൽ ഉറക്കം വരാതെ പായൊക്കെ ചവിട്ടിക്കയറി കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഏത് സമയം കത്തിയുമായി അവൻ പിടഞ്ഞെഴുന്നേക്കും. അവന് അമ്മയില്ല, അവന് സഹോദരിയില്ല, അവന് പിതാവില്ല, അവനൊറ്റ ലഹരി മാത്രം. വിദഗ്ധരായ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ലഹരി ഉപയോഗിക്കുന്ന ആളിന് ഈ സിന്തറ്റിക് ലഹരി എന്ന് പറയുന്ന സാധനം, കൊക്കൈനും ബ്രൗൺ ഷുഗറും ഈ ഹൈബ്രിഡ് കഞ്ചാവും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളിൻ്റെ ആയുസ് എന്ന് വെച്ചാൽ 7 കൊല്ലമാണ്. 7 കൊല്ലം കഴിയുമ്പോൾ അവസാന ഊർത്തനെടുക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ലാസ്റ്റ് 10 സെക്കൻഡ് ഉണ്ട് കേട്ടോ. വളരെ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാക്കാല നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 10 സെക്കൻഡ് ഗോൾഡൻ മൊമെൻറ്റ്സ്. ആ 10 സെക്കൻഡിലാണ് ജീവിതത്തിൽ ചെയ്ത അപരാധങ്ങൾ മുഴുവൻ നമുക്ക് ഏറ്റുപറയാനുള്ള സമയം. എന്തിനാടാ ഈ നാട്ടിൽ ജീവിച്ചത് എന്ന് ഈ 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് മറുപടി പറയേണ്ടി വരും. ഒരു നരാധമൻ, അവൻ യഥാർത്ഥത്തിൽ ഏത് മാരക വിഷവസ്തുവിൻ്റെ ബലിയാടായാലും ശരി, ഈ നാട്ടിലെ ഒരു അമ്മയോടോ സഹോദരിയോടോ മോശമായി പെരുമാറുന്നെങ്കിൽ ഒരു മാപ്പും അവൻ അറിയിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുക. അധ്യാപികമാർക്ക് മാന്യമായിട്ട് ഇപ്പോൾ ക്ലാസ് മുറികളിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഇത്തരം രാസലഹരികൾ ഉപയോഗിച്ച വിദ്യാർത്ഥികൾ മുന്നിൽ വന്നിരുന്ന് വൃത്തികെട്ട കമൻറ്റുകൾ പറയുക. അധ്യാപികമാർക്ക് സാരി ഉടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, കമൻറ്റുകൾ വരുന്നു. ചുരിദാറിലേക്ക് മാറുന്നു അധ്യാപികമാർ. ഇതൊക്കെ ഒരു ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് ഈ നാട്ടിൽ പണ്ട് ആലോചിക്കാൻ കഴിയുമോ? ഒരു അധ്യാപികയുടെ മുഖം ഓർമ്മ വന്നാൽ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകില്ലേ? അതായിരുന്നില്ലേ ഒരു കാലത്ത് കാലം? ആദരവ് എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കാത്തതുകൊണ്ടാണോ പ്രശ്നം? അതല്ല പ്രശ്നം. അധ്യാപകന്മാർ ചൂരലെടുത്തോളാൻ ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്നറിയാമോ? കുട്ടികളെ ശാസിക്കാനും കുട്ടികളെ ശിക്ഷിക്കാനും വേണ്ടി വന്നാൽ ഒരു ചൂരൽ കഷായം കൊടുക്കാനും അധ്യാപകൻ്റെ അവകാശം എവിടെ നഷ്ടമായോ അവിടെ നിന്ന് തുടങ്ങി നാടിൻ്റെ വിനാശം. ഒരു അധ്യാപകൻ എന്ന് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുന്ന പലപ്പോഴും അധ്യാപകൻ നമ്മുടെ ആസനത്തിൽ അടിച്ച 2 ചൂരൽ പ്രയോഗമായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട്, എൻ്റെ അധ്യാപകൻ, ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു നല്ല കാര്യം ചെയ്തു. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരാൻ സാധ്യതയുള്ളൊരു സാധനം. എൻ്റെ ക്ലാസ്സിൽ അരിത്തമെറ്റിക്സിൽ അപാര സാന്നിധ്യം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. സാറ് ചോദിക്കും 40, 30, 70. ഇവൻ ചാടി എണ്ണീറ്റ് പറയും. നമ്മൾ ആലോചിച്ച് വരുമ്പോഴത്തേനും ഇവൻ ചാടി എണ്ണീക്കും. 20, 30 അവൻ ചാടി എണ്ണീറ്റ് 50 എന്ന് പറയും. ഇന്ന് 5-6 തവണയായപ്പോൾ ഞാൻ അവനൊരു ചെറിയ പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഇന്നത്തെ പണിയുടെ ഒരു ചെറിയ കോമ്പസ് വെച്ച് കൊടുത്തു. ഇവൻ ചാടി എണ്ണീറ്റു 80, 30, 110 എന്ന് പറയുകയും ഇവൻ ഏത് വിധേന ചാടിയിരുന്നു അതിൻ്റെ ഇരട്ടി വേഗത്തിൽ അവൻ ചാടി എണ്ണീറ്റു. അതാണ് കോമ്പസിൻ്റെ വിക്രിയ. അപ്പോൾ ഈ കോമ്പസ് കൊണ്ടുകയറിയാലുള്ള അവസ്ഥ അനുഭവിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കോമ്പസ് ഈസ് എ റെയർ ഇൻസ്ട്രുമെൻറ്റ്, യു നോ. അപ്പോൾ അധ്യാപകൻ എന്നെ പിടിച്ചു. അപ്പോൾ അധ്യാപകൻ യഥാർത്ഥത്തിൽ അത്യാവശ്യത്തിലധികം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ളതിൽ മാത്രമല്ല, ഞാൻ ഇന്നത്തെ പോലെ ഇത്തിരി ഗ്ലാമറസ് ആയിട്ടിരുന്നൊരു കാലമായിരുന്നു അത്. അത്യാവശ്യം ചുമന്ന് തുടുത്തൊക്കെ ഇരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അധ്യാപകൻ എന്നോട് പറഞ്ഞു, ജനലഴികളിലോട്ട് പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഈ തുടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരേണ്ടതാ. അതെന്തോ അതിനെന്ന് നിങ്ങൾ സംശയം ചോദിക്കുക, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ അധ്യാപകൻ എൻ്റെ ശരീരത്ത് ഈ മൃദുല മേനിയിൽ ചൂരൽ കൊണ്ട് അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം മുറുക്കാൻ പൊതി അഴിച്ചൊന്നു മുറുക്കി. കുറച്ചു നേരം അദ്ദേഹം മനസ്സിനെ ഒന്ന് സന്തുലിതാവസ്ഥയിൽ നിർത്തി. അടിക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ കൈവരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു വലിയ ചൂരൽ കയ്യിലെടുത്തു. ഞാൻ വിചാരിച്ചു അടിക്കത്തില്ല, കാര്യം ഞാൻ രാമപിള്ളച്ചേട്ടൻ്റെ മോനാ, അവർ വലിയ ഫ്രണ്ട്സാണ്. സാറുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എൻ്റെ അച്ഛന്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വന്നിരുന്ന് പേപ്പറും ഒക്കെ വായിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലെ മനോരമ കൊടുക്കുന്ന എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് അടി കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം കണ്ണം കടച്ചു.
പിന്നെ ഒരു 4 അടി അടിച്ചു. എൻ്റെ ജീവിതത്തിൽ കൊണ്ടതിൽ ഏറ്റവും നല്ല 4 അടിയായിരുന്നു അത്. ആ 4 അടിയിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇല്ലേ, ഞാൻ എന്നെ അടിവേരി പറഞ്ഞ് എവിടെയും വീണേനെ. ആ അധ്യാപകൻ്റെ 4 അടി, അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ദിവസം ഞങ്ങളുടെ നാട്ടിൻപുറത്ത്, ഇതുപോലൊരു നാട്ടിൻപുറമാണ്, ആ നാട്ടിൻപുറത്ത് റിട്ടയർ ചെയ്യുന്ന ദിവസം ആ അധ്യാപകനോട് പറഞ്ഞു, സാർ അന്ന് അടിച്ച ആ 4 അടി കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ മലയാളി അറിയുന്ന ഒരാളായി മാറിയത്. സാറന്ന് അടിക്കാതെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അവിടെ അമർന്ന് വീണേനെ, 4ാം ക്ലാസ് കൊണ്ട് ജീവിതം പോയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് കണ്ണൊക്കെ നിറഞ്ഞു. അതിൽ ഈ ആരോ മരിച്ചു പോയോലെ ഒരാൾ നിലവിളിക്കുന്ന പോലെ സാറ് നിലവിളിച്ചെന്നെ കുറേ നേരം കെട്ടിപ്പിടിച്ചു നിന്നു എൻ്റെ നാട്ടിൻപുറത്ത്. കണ്ടുന്നവരെല്ലാം കരച്ചിലായി. കാരണം ആ സാറിൻ്റെ 4 അടി. നമ്മുടെ നാട്ടിൽ കുട്ടികൾ വേണ്ടാത്തത് അധ്യാപകരെ പറയുമ്പോൾ ഞാൻ ആ മൺമറഞ്ഞു പോയ അധ്യാപകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചൂരൽ പ്രയോഗത്തെക്കുറിച്ചും ആലോചിക്കും. ഒരു ചൂരലിന് ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നിശ്ചയിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ എൻ്റെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചൂല് കയ്യിലെടുക്കണം. കാര്യം നിങ്ങളുടെ ചൂല് കൊണ്ട് അടി കിട്ടാൻ യോഗ്യതയുള്ളവന്മാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ വളരെ കൂടി വരികയാണ്. മാത്രമല്ല, അമ്മമാർ ചൂല് കൊണ്ടടിച്ചാൽ ഒരുത്തൻ കമന്ന് വീഴും എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അവനതുണ്ടാക്കുന്ന നാണക്കേടിൻ്റെ ഹിമാലയം ഉണ്ടല്ലോ, നമുക്ക് നോക്കിയാൽ നോക്കത്താത്ത ഉയരത്തിലായിരിക്കും അവൻ്റെ നാണക്കേട്. എല്ലാ നാണവും നശിക്കുന്നവരേ ഉള്ളൂ. നിങ്ങൾ കുളിക്കാനിറങ്ങിയാൽ കുളിക്കുന്നവരല്ലേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. എന്നാൽ പോലും ചൂല് കയ്യിലെടുക്കണം, അധ്യാപകൻ ചൂരിൽ കയ്യിലെടുക്കണം. കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടെ വളർത്തുന്ന ഒരു കുഞ്ഞ്, 7, 8, 10 വയസ്സുള്ളൊരു കുഞ്ഞ് ക്ലാസ് മുറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ലഹരിക്കാരൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ആ കുഞ്ഞ് ഈ മാരകമായ വിഷവസ്തു കഴിച്ചതിന് ശേഷം അവനീ അമ്മയുടെ നെഞ്ചിലേക്ക് കത്തി കയറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്ന നാളുകൾ, രാവുകൾ നമുക്കിടയിൽ ഉണ്ടാകുന്നു. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല. അക്ഷന്തവ്യമായ അപരാധം ചെയ്യുകയും കേരളത്തിന് പുറത്തേക്ക് രാസലഹരിക്ക് ബാഗുമായി പോയി ബാംഗ്ലൂർ പോലെയുള്ള, ആന്ധ്രാപ്രദേശ് പോലെയുള്ള നഗരങ്ങളിൽ നിന്ന് ഇത് വാങ്ങി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ വലിയ ചെറിയ ചെറിയ സ്കൂളുകളുടെയൊക്കെ വരാന്തയിൽ സ്നേഹം ഭാവിച്ച് കുട്ടിക്ക് മിഠായിൽ ഇതൊക്കെ കലർത്തി കൊടുത്ത് കുട്ടിയെ അഡിക്റ്റാക്കി മാരക ലഹരിക്കാരനാക്കി മാറ്റുന്ന അധോലോക സംഘങ്ങൾ, മലയാളികളെന്ന് പേരിട്ട് വിളിക്കാൻ എനിക്ക് അറപ്പാണ്. ഇത്തരം സംഘങ്ങൾ കേരളത്തിലുണ്ട്. പോലീസ് വളരെ സജീവമായിട്ടുണ്ട്. വീടുകളിലേക്കും ഓഫീസ് മുറികളിലേക്കും ഹോസ്റ്റലുകളിലേക്കും അതേപോലെ തന്നെ എക്സൈസിൻ്റെ മറ്റുള്ള ഒളിവിടങ്ങളിലേക്കും ഒക്കെ തന്നെ നമ്മുടെ പോലീസും എക്സൈസും സംഘടിതമായി കയറി ചെല്ലുകയാണ്. നമ്മൾ ലേറ്റായിപ്പോയി. നമ്മുടെ കുട്ടികളിൽ പലരും അഡിക്റ്റായിപ്പോയി. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലായത് കേരളം വല്ലാത്ത അവസ്ഥയിലായി. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന 600 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 30% കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. 17% പേർ പെൺകുട്ടികളാണ്. നമ്മുടെ കുട്ടികളൊക്കെ MDMA ഒക്കെ അടിച്ച് പൂക്കുറ്റിയായി നമുക്ക് ചുറ്റും നടക്കുന്നത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ? നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതൊക്കെയാണ് ലോകമെന്ന് വിശ്വസിക്കുന്ന കുട്ടികളായി അവർ മാറുന്നു. നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് പഴഞ്ചൻ മെറ്റീരിയലായി ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ വീഴേണ്ട ആളുകളാണെന്ന് ഈ പുതിയ തലമുറ വിശ്വസിക്കുന്നു. തലയും മുറയും തെറ്റി നടക്കുന്ന ഒരു ജനസമൂഹം നമുക്കിടയിൽ കാണുന്നു. ഇതൊക്കെ വല്ലാത്ത അപരാധമാണ്. നമുക്ക് തടയാൻ താമസിച്ചെങ്കിൽ പോലും നമുക്ക് കൈവിട്ട് കളയാൻ പാടില്ല. ഞങ്ങളെ എന്താണ് ഒരു 14-15 കൊലപാതകം ഒരു ദിവസം രാവിലെ വായിച്ച് തീർത്തപ്പോഴാണ് എനിക്ക് തോന്നി, ഞാൻ 40 കൊല്ലമായല്ലോ, ഇയാൾ 40 കൊല്ലത്തെ ജീവിച്ചതിന് എന്ത് കാര്യമടേ എന്ന് ജഗതി ചോദിക്കുന്നുള്ള ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഞാൻ എന്നിട്ട് നമ്മുടെ ആഷ്മിയെ പോലുള്ള സഹപ്രവർത്തകരോട് ചോദിച്ചു, നമുക്കൊരു യാത്ര പോയാലോ? ഇവർ വിചാരിച്ച് നല്ല വണ്ടിയൊക്കെ പിടിച്ചാലോ സുഖമായിട്ട് ഇവിടെ അതിരപ്പള്ളി കാണാൻ പോകുന്നല്ലോ പോവുകയാണെന്ന്. ഈ പടപടാ വെയിലത്ത് സൂര്യൻ കത്തി ഇറങ്ങുന്ന നേരത്ത് നടത്താൻ പോകുന്ന യാത്രയാണെന്ന് അറിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു മ്ലാനത വരുന്നു. പിന്നീട് ആ മ്ലാനത മാറിയത് പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് 39 ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂട് കിട്ടിയപ്പോഴാണ്. എന്നാ ചൂടായിരുന്നു അറിയാമോ? സൂപ്പർ ചൂട്. അപ്പോൾ 1877 വെള്ളക്കാരൻ നിർമ്മിച്ചൊരു പാലത്തിൻ്റെ മുൻപിൽ നിന്ന് ഞങ്ങൾ ഈ ചൂടെല്ലാം ഏറ്റുവാങ്ങി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല കേരളം ഇതിൻ്റെ പിടിയിൽ അമർന്നു എന്ന്. ഞാൻ ധൈര്യമായി നിങ്ങളോട് പറയുന്നു, ഇത്രയും ജില്ലകളിലെ യാത്ര കഴിയുമ്പോൾ കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും, ഒരു പഞ്ചായത്ത് പോലും ഈ ആധികാരികമായി ഞാൻ പറയുകയാണ്, ഈ രാസലഹരിയിൽ മുക്തമല്ല. ഒരു പഞ്ചായത്ത് പോലും. ഒന്നുകിൽ ഒരു രാസലഹരിക്കാരൻ അവിടെ ഉണ്ട്, അതല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ പട്ടച്ചാരായം അടിച്ച് എങ്കക്കാട് ബഹളം ഉണ്ടാക്കുന്ന പോലെ അല്ല ഈ രാസലഹരിയുടെ കാര്യം. ഇത് അപകടം പിടിച്ച മഹാവിപത്താണ്. ഇതൊരിക്കൽ കഴിച്ചാൽ 7 കൊല്ലത്തിനുള്ളിൽ ജീവിച്ചിരിക്കില്ല.
താമരശ്ശേരിയിൽ നിങ്ങൾ കണ്ടു, പോലീസിനെ പേടിച്ച് MDMA കവർ വിഴുങ്ങിയ ഒരുത്തൻ അകാലത്തിൽ ചത്തുപോയി. കാര്യം ആമാശയത്തിൽ കിടന്ന് ഈ കവർ പൊട്ടി അവൻ മരിച്ചുപോയി. പിന്നീട് ഒരുത്തൻ വീണ്ടും വിഴുങ്ങി. ഇത്രയും അപകടമാണെന്ന് അറിഞ്ഞിട്ട് പോലും. കേരളത്തിൽ ചില ആളുകൾ നമ്മുടെ കുരുന്നുകളെ കുരുതി കൊടുത്താലും വേണ്ടില്ല, അവർക്ക് പണമുണ്ടാക്കണമെന്നുള്ള ഒറ്റ സ്വാർത്ഥതയിൽ അവർ ചെയ്യുന്ന പണിയാണ് ഈ കേരളത്തിലേക്ക് വരുന്നത്. നമ്മുടെ ഈ ലഹരി തടയുന്നതിൻ്റെ ഏറ്റവും പ്രായോഗിക പ്രശ്നം എന്താണെന്നറിയാമോ? ട്രെയിൻ വഴി വരും, വിമാനം വഴി വരും, കൊറിയർ വഴി വരും, ലോറി വഴി വരും. അപ്പോൾ ഇതൊക്കെ തടയണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൂടി സഹായിക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ ബംഗളൂരു നഗരത്തിലെ അവസ്ഥ നിങ്ങൾ അറിയണം. ഈ അടുത്തിടെ ഞങ്ങളുടെ ബംഗളൂരു ലേഖകനോട് ബംഗളൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ സ്വകാര്യമായി പറഞ്ഞൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞു, മലയാളികൾക്കായിട്ട് ബംഗളൂരു നഗരത്തിൽ ഒരു ജയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളൊന്ന് ഞെട്ടി, ചെന്ന റിപ്പോർട്ടർ. അയാൾ ചോദിച്ചു, അതെന്താ സാറേ ആ കാര്യം? 10 പേരെ ബംഗളൂരു നഗരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ അതിൽ 8 പേരും മലയാളികളാണ്. 4 മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ അതിൽ 3 മലയാളികളാണ്. ബാംഗ്ലൂർ നഴ്സിംഗ് കോഴ്സ് പോലുള്ള പല കോഴ്സുകൾക്കും പോകുന്ന പെൺകുട്ടികളെക്കുറിച്ച് എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. അമ്മമാരില്ലാത്ത പണമൊക്കെ കടം വാങ്ങിച്ച് ഒരു പെൺകുട്ടി വിദേശ നാട്ടിൽ എന്തെങ്കിലും ഒരു നഴ്സായിപ്പോയി ജോലി ചെയ്ത് സ്വന്തം ജീവിതം കരിപ്പിടിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന അമ്മമാർ ബംഗളൂരു നഗരത്തിലേക്കൊക്കെ അയക്കുന്ന പെൺകുട്ടികൾ അവിടെ പോയി കാട്ടിക്കൂട്ടുന്നതൊന്നും പലതും നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവരൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ലഹരിക്ക് മുഖം കുത്തി വീഴുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട്. ഈ രാസലഹരി എന്ന് പറയുന്ന പദാർത്ഥം ഈയിടെ അടുത്തിടെ ഹൈബ്രിഡ് കഞ്ചാവ് നിങ്ങൾ പിടിച്ചറിഞ്ഞില്ലേ? അപ്പോഴാണ് എക്സൈസുകാർ പറയുന്നു ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം രാസലഹരിയിൽ ഏറ്റവും മൂപ്പനാണ്, MDMA-ക്കാളും കുഴപ്പമാണ്. അപ്പോൾ നമുക്ക് ഒരു 80-85 കൊല്ലം വരെ നമുക്ക് ഈ മണ്ണിൽ അടിച്ചു പൊളിച്ച് എങ്കക്കാട്ട് നടക്കാവുന്ന ആളുകൾ ഇത്തരം രാസലഹരി കഴിച്ച് 7-ാം കൊല്ലം കൊല്ലപ്പെടണമോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. അമ്മമാരെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ബാഗുകൾ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ 21 വയസ്സായ പ്രായപൂർത്തിയായ ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പോലെ ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടിയുടെ ബാഗ് പരിശോധിക്കണം. നിങ്ങൾ സ്കൂളിൽ പോകണം, പ്രധാനപ്പെട്ട അധ്യാപികയെ കാണണം. എന്താണ് ഈ കുട്ടി സ്കൂളിൽ ചെയ്യുന്നത്? അവൻ മടങ്ങി വരാൻ താമസിച്ചാൽ എന്തുകൊണ്ട് അവൻ താമസിക്കുന്നു? അവൻ ആരെയൊക്കെ കാണുന്നു? ആരുടെ പിന്നാലെ അവൻ പോകുന്നു? സ്കൂൾ വരാന്തയിൽ അപരിചിതരായ ആളുകൾ റോന്തു ചുറ്റുന്നുണ്ടോ എന്നറിയാൻ ചെറുപ്പക്കാരുടെ കാവൽ സംഘം നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ വേണം. യെസ്, നിങ്ങൾ തയ്യാറാകണം അതിന്. നമ്മുടെ കുട്ടികളെ ഈ കുരുതിക്കളത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന് നമ്മൾ നെഞ്ചോട് ചേർത്ത് പ്രതിജ്ഞ ചെയ്തിട്ട് ഇറങ്ങണം ഈ നാട്ടിലെ ചെറുപ്പക്കാർ. അതിൽ രാഷ്ട്രീയം കലരരുത്, മതം കലരരുത്, സമുദായം കലരരുത്. കാരണം കേരളം എന്ന് പറയുന്ന മനോഹരമായ ഈ മണ്ണിൻ്റെ അഗാധങ്ങളിൽ മാരകമായ പാഷാണം കുത്തിവയ്ക്കുന്ന വൃത്തികെട്ട സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ റോന്തു ചുറ്റുമ്പോൾ നമുക്ക് മറ്റൊരു വഴിയില്ല, കത്തുവാളെടുത്തേ പറ്റൂ. നമ്മൾ പോകണം സ്കൂളിൻ്റെ വരാന്തകളിലേക്ക്, അടുത്തുള്ള കോളേജിൻ്റെ വരാന്തകൾ നമ്മൾ ഉണ്ടാകണം. പിടിച്ചു നിർത്തി ചോദിക്കണം, നീ എന്തിന് ഈ കോളേജിൻ്റെ വരാന്തയിൽ വരുന്നു? നമുക്കൊന്നേ ഉള്ളൂ, കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് മാരകമായ വിഷലഹരി വിറ്റ് നടക്കുന്ന ആളുകൾ ഉണ്ടാകരുത്. കുറച്ചു കാലം മുമ്പ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകി. അന്ന് നമ്മുടെ പോലീസുകാർ ചെയ്തെന്താണെന്നറിയാമോ? വിവരമുള്ള പോലീസ് ഓഫീസർ ആന്ധ്രയിലേക്ക് പോയി. അവൻ്റെ കയറാൻ പറ്റാത്ത പൊന്നാപുരം കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കെടുകെട്ടിയവന്മാരായ ജന്മിമാരോട്, ഈ സ്പിരിറ്റ് വിതരണം ചെയ്യുന്ന ആൾക്കാരോട് നമ്മുടെ പോലീസുകാർ പറഞ്ഞു, നീ നോക്ക്, നീ പരിപാടി കേരളത്തിലേക്ക് ഒഴുക്കരുത്, നിന്റെ സ്പിരിറ്റ് കച്ചവടം കേരളത്തിലേക്ക് കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ അടുത്ത തവണ ഞങ്ങൾ വീണ്ടും വരും, നിന്നെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുപോകും, നിന്നെ അവിടുത്തെ ജയിലിടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ആന്ധ്രയിൽ കാണിക്കുന്ന പണി കേരളത്തിൽ കാണിക്കരുതെന്ന് പറഞ്ഞു. അതോടെ കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് ഒഴുക്ക് നിലച്ചു, സ്പിരിറ്റ് ഇല്ലാതായി. അതേപോലെ നമുക്ക് ഒരു വര കൂടി വരേണ്ടി വരും ബാംഗ്ലൂരിലേക്ക്. പല നഗരങ്ങളും ഉറവിടങ്ങളായി മാറുന്നു. ഈ ഉറവിടങ്ങളിലൊക്കെ തന്നെയാണ് ഈ മാരകമായ പാഷാണം ഇപ്പോഴും കരുതി വച്ചിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ സ്വാസ്ഥ്യം, നമ്മുടെ നാടിൻ്റെ സമാധാനം, നമ്മുടെ നാടിൻ്റെ ഐശ്വര്യം, ഈ നാടിൻ്റെ പൈതൃകം അതൊക്കെ കടക്കിലെ കത്തിവെച്ച് കശക്കേറിയാൻ കാത്തിരിക്കുന്ന പാഴ്നിലാവുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഇടവഴികളിലൂടെ പാതിരാ നേരം പോകുന്ന ആളുകളുണ്ടെങ്കിൽ CCTV വെച്ച് നിങ്ങൾ കണ്ടെത്തണം. എൻ്റെ മനസ്സിൽ ഈ നാട്ടിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷനും CCTV വെച്ച് അതിൻ്റെ കണക്ഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കേണ്ടതാണ്. ഗൾഫ് നാടുകളിലൊക്കെ കുറ്റവാളികളെ പിടിക്കുന്നത് അങ്ങനെയാണ്. ഒരുവൻ ആവശ്യമില്ലാതെ ഒരു സ്ഥലത്ത് ചുറ്റിക്കറങ്ങിയാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത് അവർക്ക് കാണാൻ കഴിയും. ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉണ്ടാകും. പക്ഷേ ഈ നാട് ഉയർത്തുന്ന വെല്ലുവിളികൾക്ക്
സാമ്പത്തികം പ്രശ്നമായിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സംഘടിതരായി ഈ എങ്കക്കാട്ടുകാർ, നിങ്ങളുടെ സംശുദ്ധി, നിങ്ങളുടെ വിശുദ്ധി, എങ്കക്കാടിനെ നമ്മുടെ വെളിനാട്ടിലേക്ക് അറിയുന്നത് ഭരതൻ്റെയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെയും ഒക്കെ പേരിലാണ്, നമുക്കറിയാം. അവരൊക്കെ ഉയർത്തിവിട്ടിയ ചില ചിന്തകളുണ്ട്, അതൊന്നും നമ്മൾ ഇല്ലാതാക്കരുത്. എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട്. ഈ ഞങ്ങളുടെ ഈ യാത്ര, 1 മാസം നീളുന്ന ഈ യാത്ര, ഈ മാസം 20-ാം തീയതി കോഴിക്കോട് നഗരത്തിലെ ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കും. അന്ന് മുഖ്യമന്ത്രിയോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹവുമായി ഞാൻ നടത്തിയ ഒരു അഭിമുഖം ലൈവായിട്ട് നിങ്ങൾ 24-ൽ കണ്ടു കാണും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ യാത്രയിൽ ഞങ്ങളുടെ വാർത്താ സംഘത്തിലെ ഗവേഷണ വിഭാഗം ഞങ്ങൾക്കൊപ്പം ഉണ്ട്. ഈ ഗവേഷണ വിഭാഗം റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടിന് 2 ഭാഗം ഉണ്ടാകും. 1-ാം ഭാഗം ഈ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നുള്ളതിൻ്റെ രേഖാചിത്രം മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ സമർപ്പിക്കും. അദ്ദേഹമാണ് ഈ നാട്ടിലെ പോലീസ് മന്ത്രി. 2-ാം ഭാഗം ഒരു കോൺഫിഡൻഷ്യൽ രേഖയായിരിക്കും. അതായത് ആരാണ് കേരളത്തിലേക്ക് ഈ രാസലഹരി ഒഴുക്കി വിടുന്നത്, ആരൊക്കെയാണ് ഈ പൗരപ്രമുഖന്മാർ, ഏത് പ്രമാണികളാണ് പണമുണ്ടാക്കാൻ വേണ്ടി ഈ നാട് കുട്ടിച്ചോറാക്കുന്നത്, ഇവൻ്റെയൊക്കെ ചിത്രങ്ങൾ വെച്ച്, അവൻ്റെയൊക്കെ ബയോഡേറ്റ സഹിതം ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള സെൻട്രൽ ജയിലിൽ പാർപ്പിക്കണമെന്ന ഉപദേശത്തോടെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കും. അതൊരു കോൺഫിഡൻഷ്യൽ രേഖയായിരിക്കും. സംസ്ഥാനം കണ്ട ഏറ്റവും സ്ഫോടനാത്മകമായ വിവരങ്ങളുള്ള രേഖയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി വായിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങൾ മുഖം നോക്കില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് വിരോധവുമില്ല. ഒരു സമുദായ സംഘടനയോടും പ്രത്യേകിച്ച് താല്പര്യവും വിരോധവുമില്ല. അതുകൊണ്ട് തന്നെ ലാവണ്യപരമായ ഒരു അകലം എല്ലാവരിൽ നിന്നും പാലിച്ചുകൊണ്ട് സ്വതന്ത്രമായി ഞങ്ങളുടെ ഗവേഷണ സംഘം തയ്യാറാക്കുന്ന റിപ്പോർട്ട്, അതും ഏറ്റവും കോൺഫിഡൻഷ്യലായ റിപ്പോർട്ട്, മറ്റാർക്കും ഞങ്ങൾ അതിൻ്റെ രേഖ കൊടുക്കില്ല, അദ്ദേഹത്തിന് മാത്രം കൊടുക്കും. കേരളത്തിലെ പോലീസിനെ ഒരു കക്ഷി രാഷ്ട്രീയവും പഠിപ്പിക്കാതെ കേരള പോലീസിലെ ചുണക്കുട്ടന്മാരായ ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തി ഈ രാസലഹരിയുമായി നമ്മുടെ നാട്ടിലേക്ക് വന്നിറങ്ങുന്ന മുഴുവൻ നരാധമന്മാരെയും കയ്യാമം വയ്ക്കാൻ അങ്ങ് അമാന്തിക്കരുത് എന്ന ആമുഖത്തോടെ ഞങ്ങൾ ഈ റിപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കും. അതുമാത്രമല്ല, അടുത്ത 20-ാം തീയതി, ഈ മാസം 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് അലറിയടിക്കുന്ന ഒരു തിരമാലയുടെ ആവേശത്തോടെ 1,00,000 ആളുകൾ ഒന്നിച്ചൊന്നായി വിളിച്ചു പറയും, നമ്മുടെ നാട്ടിലേക്ക് രാസലഹരികൾ വേണ്ട. മലയാളികൾ എല്ലാ സമുദായ താല്പര്യങ്ങൾക്കും എല്ലാവിധമായ രാഷ്ട്രീയ കക്ഷി പരിഗണനകൾക്കും അപ്പുറത്ത് കേരളമെന്ന് പറയുന്ന ഈ മണ്ണിന് അപകടമുണ്ടാക്കുന്ന ഒരു കക്ഷിക്കും വേര് പിടിക്കാൻ അവസരം കൊടുക്കില്ല എന്നൊരേ ശ്വാസത്തിൽ ഒറ്റ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയും. കോഴിക്കോട്ടെ കടലടിക്കുന്ന അതേ ശക്തിയിൽ കോഴിക്കോടിൻ്റെ കടലാഴങ്ങളിൽ കാണുന്ന നന്മയുടെ മുഴുവൻ സാധ്യതയും നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ വിളിച്ചു പറയും, നരാധമന്മാർ കേരളം വിട്ടുപോവുക. MDMA പോലുള്ള മാരക വസ്തുക്കൾ ഒഴുക്കുന്ന നരാധമന്മാർ ഒന്നൊന്നായി ഈ കേരളം വിട്ടുപോകുന്നവർ നമ്മൾ വിശ്രമിക്കില്ല. 20-ാം തീയതി നിങ്ങൾക്ക് കോഴിക്കോട് വരെ വരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വരണം. ഇവിടെ 10 രൂപ ചിലവാകുന്നത് നിങ്ങൾ നോക്കരുത്. കാരണം ഈ നാടൊരു അപകടത്തിലാണ്. എന്നാൽ ഈ നാടിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയായോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവും. ഒരിക്കലുമല്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കേരള പോലീസും സംസ്ഥാന എക്സൈസും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ നമ്മൾ വേദനയോടെ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ പെട്ടുപോയ കുറേ കുട്ടികളുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പലയിടത്തും 7-ാം ക്ലാസ് മുതൽ PG ക്ലാസ്സുകളിൽ വരെ പഠിച്ച കുട്ടികൾ അഡിക്റ്റായി കിടപ്പുണ്ട് ചികിത്സയ്ക്ക്. അവർ മനോരോഗികൾക്ക് തുല്യമാണ്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, രാസലഹരി ഉപയോഗിക്കുന്ന ഒരാളും ഒരു മനോരോഗിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. മനോരോഗിക്ക് ഒരു കാര്യങ്ങളിലും ബോധമുണ്ടാകില്ല. അതേപോലെ തന്നെയാണ് ഒരുവൻ MDMA ഉപയോഗിച്ചാലും. ഇത്തരം അഡിക്റ്റായി പോയ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. 7-8 തവണ MDMA ഉപയോഗിച്ച് അഡിക്റ്റായി പോയാൽ ചിലപ്പോൾ കുറേ കാലമെടുത്തായിരിക്കും അവനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക. ഞാനൊരു MDMA രോഗിയാണെന്നുള്ള തിരിച്ചറിവിനുണ്ടാവില്ല. ഈ സമയത്താണ് കോഴിക്കോട്ടെ ഒരു പയ്യൻ, MDMAക്ക് അഡിക്റ്റായി പോയ ഒരു പയ്യൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് ഞാൻ അഡിക്റ്റായിപ്പോയി, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞത്. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റാക്കുറ്റിരുട്ടിൽ ഒരു നക്ഷത്രം വെള്ളി വെളിച്ചത്തോടെ വീണതുപോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ അപൂർവമായി സംഭവിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നമ്മൾ അല്പം കൂടി മുന്നേ ഇതൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ ഇത്രയും കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആയില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൂടുതൽ കുട്ടികൾ മൂക്കടിച്ച് വീഴാതിരിക്കാൻ നമ്മൾ കരുതലുണ്ടാക്കുക, കാവൽ ഭടന്മാരാകുക. ഈ നാട്ടിൽ കരുതലിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന യാത്ര
കോഴിക്കോട് അവസാനിക്കുമ്പോൾ ഈ 20-ാം തീയതി നിങ്ങളിൽ കുറച്ച് പേർ കോഴിക്കോടെത്തി ഞങ്ങൾക്കൊപ്പം അണിചേരണം എന്നാണ് എങ്കക്കാട്ടുകാരോട് പറയാനുള്ളത്. എങ്കക്കാടിൻ്റെ മാസ്മരികമായ ഗ്രാമ്യത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കോഴിക്കോട്ടേക്ക് വരിക, അവിടെ ഞാനുണ്ടാകും, ഞങ്ങളുടെ വാർത്താ സംഘം ഉണ്ടാകും. നമ്മൾ വിളിച്ചു പറയും, കോഴിക്കോടെന്നിളകും, കോഴിക്കോട്ടെ കടപ്പുറമെന്നിളകും, കോഴിക്കോട് ബീച്ചിലെ ഓരോ മണൽത്തരിയും കേരളം എന്ന് പറയുന്ന മണ്ണിൻ്റെ സംശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി ഇതൊക്കെ എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയും. എൻ്റെ സ്വപ്നമാണത്. അതായത് സംഘടിതമായ ഒരു ശക്തിയിൽ ഒരു നരാധമനും ജീവിതമില്ല എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഈ പരിപാടി അവിടെ സംഘടിപ്പിക്കുക. നിങ്ങളെല്ലാവരെയും ഞാൻ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്ന സ്വീകരണം നന്ദി. ഞാൻ യഥാർത്ഥത്തിൽ ഈ പരിപാടി ആരംഭിച്ചപ്പോൾ തന്നെ ഒരു സ്വീകരണവും ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എങ്കക്കാട്ടുകാരുടെ സ്നേഹപുരസരമായ നിർബന്ധത്തിന് വഴങ്ങി നമ്മളിങ്ങനെ ഈ ഷാളുകൾ ഇങ്ങനെ ഏറ്റുവാങ്ങി. ജഗതി ചേട്ടൻ ഏതോ പറയുന്ന പോലെ, ഒരു സിനിമയിൽ പറയുന്ന പോലെ ഹാരം, ചെണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങി. എൻ്റെ മുന്നിൽ ഏറ്റവും വലിയൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ കേരളം പൂർണ്ണമായും ഈ രാസലഹരിയിൽ നിന്ന് മുക്തമാവുക. അതിനിടയിൽ നമുക്ക് എന്താഘോഷിക്കാൻ? നമ്മൾ ആഘോഷത്തിലല്ല, നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഇതിൽ പ്രതികളാണ്. നമ്മൾ വേണ്ടുന്ന കരുതലെടുത്തില്ല. ഭരിക്കുന്ന സർക്കാരിനോടോ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായിക ശക്തികളോ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വീട്ടിലിരിക്കുന്ന ഒരമ്മയും വീട്ടിലിരിക്കുന്ന അച്ഛനും ഒക്കെ തന്നെ ശ്രദ്ധിക്കാതെ പോയ നിമിഷത്തിൽ നിന്നാണ് ഓരോ നരാധമൻ MDMA വിൽപ്പനക്കാരൻ ജീവൻ വെച്ചെഴുന്നേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളൊരു അവസാന അംഗത്തിന് തയ്യാറെടുക്കുക. ദിസ് ഇസ് എൻ അൾട്ടിമേറ്റ് വാർ. അന്തിമ യുദ്ധമാണ്, അവസാന യുദ്ധം. ഈ യുദ്ധത്തിൽ നമ്മൾ വാള് ഉറയിൽ നിന്ന് ഊരുന്നത് കോഴിക്കോട് 20-ാം തീയതി. അവിടേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മൾ ഇനിയും കാണും. ബായ്. ഹലോ. മാധ്യമരംഗത്ത് ആശയവും ആവേശവുമായി നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് ഹാഷ്മിയുടെ വാക്കുകൂടി കേൾക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, SK വളരെ സമഗ്രമായി, സരസമായി, എന്നാൽ സീരിയസ് ആയി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളൊക്കെ കണ്ണുകൾ, ചെവികൾ, ഹൃദയം കൊണ്ടത് കേൾക്കുന്നത് ഞാൻ കാണുകയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല. നേരം ഇരുട്ടുന്നു, വയറ് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല. എങ്കിൽ കൂടി നമ്മളിപ്പോൾ 7 ജില്ലകൾ പൂർത്തിയാക്കി 8ാമത്തെ ജില്ലയിൽ എത്തി നിൽക്കുകയാണ്. 7 ജില്ലകൾ തിരുവനന്തപുരം തുടങ്ങിയതാണ്. അവിടെ മുതൽ ഇന്നേ വരെ കേൾക്കാത്തൊരു ശബ്ദം എങ്കക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ഇവിടെ ഒന്ന് കേട്ടു. ഒരു ചെറുപ്പക്കാരൻ ആർജവത്തോടെ, സ്ഥൈര്യത്തോടെ എന്ന് പറയലാണ്, പ്രിയപ്പെട്ട കേരളമേ, എങ്കക്കാട് എന്ന ഗ്രാമത്തിൽ നിന്നും നിങ്ങൾക്കൊരു ലഹരി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ ആർജവത്തിന്, ആ സ്ഥൈര്യം, അത് വെറും തള്ളലല്ല എന്ന വാക്ക് കേട്ടാൽ അറിയാം. അത് അവർ നാട്ടുകൂട്ടം എന്നൊരു സംവിധാനം ഉണ്ടാക്കുകയും രാജ്യത്തിൻ്റെ അതിർത്തികളിൽ ജവാന്മാർ കാവൽ നിൽക്കുന്നത് പോലെ ഈ ഗ്രാമത്തിൻ്റെ അതിർത്തികളിൽ ഞങ്ങൾ യുവാക്കൾ കാവൽ നിൽക്കും, ഇങ്ങോട്ടേക്ക് ഒരുത്തനും കടക്കില്ല എന്ന ആ സ്ഥൈര്യത്തിന് ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. ഇതിനു മുമ്പ് നമ്മൾ എരുമപ്പെട്ടി എന്നൊരു സ്ഥലത്തായിരുന്നു. എരുമപ്പെട്ടി എന്ന സ്ഥലത്തും ഒരു നല്ല വാർത്ത കേട്ടു. ആ വാർത്ത, അവിടെ ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നു. അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി, പള്ളി കമ്മിറ്റി, മഹല്ല് കമ്മിറ്റി, രാഷ്ട്രീയ പാർട്ടികൾ, NGOകൾ, എല്ലാവിധ സംവിധാനങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ജാഗ്രതാ സമിതി രൂപീകരിച്ചവർ ഒരു 3-ാം കണ്ണ് പോലെ തുറന്ന് ആ നാടിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു വാർത്ത അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഇന്ന് 2 നല്ല വാർത്ത കേട്ട ദിവസമാണ്. കാര്യം അത്രത്തോളം ഭീകരം. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ മുതൽ ഈ ദിവസം ഇവിടെ എത്തി നിൽക്കുമ്പോൾ മുതൽ നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും ഫോണിൽ കൂടെ പറയുന്നത് നമുക്ക് അത്രത്തോളം ഭീകരമായി, എത്രത്തോളം റൂട്ടിലാണ്, എത്രത്തോളം ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ പറയുന്ന മാരക ശക്തികൾ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് ഒരു ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ വാർത്തകൾ കൂടെയൊക്കെ കണ്ടു. എത്ര ചോരയുടെ വാർത്തകൾ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടതാണ്. അമ്മയെ കഴുത്തറുത്ത് കൊന്ന എത്ര വാർത്ത, അച്ഛനെ വെട്ടിക്കൊന്ന എത്ര വാർത്ത, സഹോദരിയെ കൊന്ന, സഹോദരനെ കൊന്ന, അങ്ങനെ കൈവറയ്ക്കാതെ കൊടും ഹിംസ ചെയ്യാൻ കഴിയുന്ന ഈ MDMA നമുക്കിനി കഴിയില്ല. നമുക്ക് ഈ പറയുന്ന ഈ റാക്കറ്റിന് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ അടുത്ത തലമുറ ഇട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ഉറച്ച പ്രഖ്യാപനം നമ്മളെ യാത്ര ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആ യാത്ര നേരത്തെ SK പറയുന്നത് പോലെ കോഴിക്കോട് ബീച്ചിൽ, കോഴിക്കോട് കടപ്പുറത്ത് വരുന്ന 20-ാം തീയതി സമാപിക്കാൻ പോകുന്നു. ആ സമാപനം 1,00,000 പേർ അണിനിരക്കും. 1,00,000 തൊണ്ടകളിൽ നിന്നും 1,00,000 ഖണ്ഡങ്ങളിൽ നിന്നും ഒറ്റ ശബ്ദത്തിൽ ഈ പറയുന്ന ലഹരി മാഫിയക്കെതിരെ ഒരു ശബ്ദം അവിടെ ഉയരും. ആ ശബ്ദത്തിൽ ഈ ലഹരി മാഫിയ വിറയ്ക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കോഴിക്കോട് കടപ്പുറത്ത് ആർത്തലയ്ക്കുന്ന തിരമാലകളെ സാക്ഷി നിർത്തി നമ്മൾ ഒന്നാകെ ഈ പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ഇറങ്ങും, നമ്മുടെ അടുത്ത തലമുറ ഇല്ലാതാക്കാൻ ഇറങ്ങുന്ന ഈ കാട്ടലുകളെ, ഈ ലഹരി മാഫിയകളെ നമ്മൾ ഒരു ജനകീയ വിചാരണ അവിടെ നടത്തും. ജനകീയ വിചാരണക്കൊടുവിൽ
നമ്മൾ അവരെ ആ കടലിൽ മുക്കും. അതോടുകൂടി കേരളം ലഹരി മുക്തമാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതിന് എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ തരുമെന്നറിയാം. എങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി പോരാട്ടം മുന്നോട്ടേക്ക് നയിക്കേണ്ട ആവശ്യകത ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. മാധ്യമരംഗത്ത് ആവേശമായ ശ്രീ സ്മിത ഹരിദാസ് നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ആളാണ്. അപ്പം എപ്പോഴും എൻ്റെ മനസ്സ് അവിടെ തന്നെയാണ്. ഏത് തിരക്കി പോയാലും നാട്ടിൻപുറത്തേക്ക് ഇങ്ങനെ ഓടിയെത്താൻ കൊതിക്കും. ഇവിടെ വന്നപ്പോൾ ശരിക്കും നാട്ടിലെ ഓർമ്മകളാണ്. ഞങ്ങളിങ്ങനെ നാട്ടിൻപുറത്തുകാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നാണ് അതിനെ എതിർക്കുകയും ചെറുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ അന്യമാകുന്നു എന്നൊക്കെ വിലപിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ വന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണിൽ, നമ്മുടെ കാഴ്ചയിൽ, കേൾവിയിൽ ഇതൊന്നും പെടാതെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ലഹരി നിർത്തണം, അരുത് ലഹരി, അരുത് അക്രമം. ഈ യാത്ര നമുക്ക് അങ്ങനെയുള്ള ചില മനോഹരമായ അനുഭവങ്ങൾ കൂടി തരുന്നുണ്ട്. ഞാൻ ആ അനുഭവങ്ങളാണ് ചേർത്ത് വയ്ക്കുന്നത് ഹൃദയത്തിലേക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളും, കാരണം നമ്മുടെ കുട്ടികളെ എല്ലാവരെയും കുറ്റം പറയണതിൽ കാര്യമില്ല. കാരണം പുതുതലമുറ മാത്രമല്ല, യുവാക്കൾ മാത്രമല്ല, കുറേ കൂടെ പ്രായമുള്ളവരും ഇതിൻ്റെ ഇടപാടുകളിൽ, ഈ ലഹരി വിൽപ്പനയിലൊക്കെ സജീവ സാന്നിധ്യമാണ്. അപ്പോൾ അവിടെ തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മൾ കുട്ടികളിലേക്ക് വരും മുൻപ് അവരിലേക്ക് കൂടി നമ്മുടെ കണ്ണും ശ്രദ്ധയും ഒക്കെ പായിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പണ്ട് ഒരു യവന കഥയുണ്ട്, പ്രൊക്രൂസ്റ്റസിൻ്റെ കഥയാണ്. പ്രൊക്രൂസ്റ്റസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ വലിയൊരു വീടിൻ്റെ അകത്തേക്ക് വരുന്ന അതിഥികളെയൊക്കെ, രാത്രി വരുന്നവരെ എല്ലാം അയാൾ വിളിച്ച് കയറ്റും. എന്നിട്ട് അവർക്ക് നിറയെ ഭക്ഷണം കൊടുക്കും, മധുര പലഹാരങ്ങളും ഇഷ്ടമുള്ള പാനീയങ്ങളും ഒക്കെ കൊടുക്കും, മദ്യവും ഒക്കെ കൊടുത്ത് അവരവിടെ മയങ്ങാൻ കിടക്കുമ്പോൾ അവിടെയുള്ള അയാളുടെ കട്ടിലിൽ അവരുടെ ശരീരം, അവരുടെ കൈകാലുകൾ ആ കട്ടിലിന് പാകമല്ലെങ്കിൽ ആ കട്ടിലിൻ്റെ അളവിനനുസരിച്ച് അവരുടെ കൈകാലുകൾ അയാൾ വെട്ടിമാറ്റും. അപ്പോൾ മാത്രമാണ് പതിയിരുന്ന ചതി ആ ആളുകൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ കട്ടിലിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ അടിച്ചു പരത്തി കട്ടിലിന് പാകമാക്കി കളയും മനുഷ്യരുടെ കൈയും കാലും ശരീരവും എല്ലാം. അപ്പോൾ ആ പ്രൊക്രൂസ്റ്റസിനെ പോലെയാണ് ഈ രാസലഹരി വിൽക്കാൻ വരുന്നവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളോട് അവർ നല്ല വാക്കുകൾ പറഞ്ഞ്, നല്ല മധുരമിഠായികൾ കൊടുത്ത് നല്ല രീതിയിൽ അവരെ ആദ്യം ട്രീറ്റ് ചെയ്യും. ജ്യൂസ് കൊടുക്കും, മിഠായി കൊടുക്കും. അവർ പാവങ്ങൾ, ഈ നിഷ്കളങ്ക ബാല്യങ്ങൾ അതൊക്കെ വിശ്വസിക്കും. കാരണം 9, 10, 11 വയസ്സുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അവരാ ചതി അറിയാതെ അത് വിശ്വസിച്ച് ചെന്ന് കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അവരുടെ വിപണികൾ കണ്ടെത്താൻ, അവരുടെ ഇടപാടുകൾ നടത്താനൊക്കെ അറിയാതെ ഇവരതിനിരയായി മാറുന്നു. അപ്പോൾ ഇവർക്ക് ഈ ഇരകളെ എപ്പോഴും വേണമെങ്കിൽ എന്ത് വേണം, അവർക്കിത് കൊടുത്തവരെ ലഹരിക്ക് അടിമകളാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അതിന് അഡിക്റ്റഡായി മാറുന്നു. ആ ചതിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ചതി തിരിച്ചറിയണമെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കണം, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അവരുടെ പ്രശ്നങ്ങൾ അവരോട് ചോദിച്ചറിയണം. നമ്മൾ ഈ ലഹരിക്കെതിരായ ഈ യാത്രയിൽ ഓരോ വീടുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്, ഓരോ വിളികൾ വരുമ്പോഴും നമ്മൾ അറിയുന്നത് ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊരു ലക്ഷ്യത്തോടെ മുന്നേറുന്നതിന് എല്ലാവിധത്തിലുള്ള സ്നേഹവും സന്തോഷവും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നതിൻ്റെ കാരണവും അതാണ്. ഒട്ടും വൈകിയിട്ടില്ല. വൈകിയെന്ന് ചിലർ പറയും. ഇപ്പോൾ സാറ് തന്നെ പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ വളരെ മുൻപേ തുടങ്ങേണ്ടതായിരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ തുടങ്ങുന്നതിൽ കാര്യമില്ല എന്നല്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ, അതിലൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇത്തരം ഒരു സായാഹ്നം പലയിടത്തും കാണുന്ന ഒരു സാധാരണ കാഴ്ചയായി മാറുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അക്രമങ്ങളില്ലാത്ത, ലഹരിയില്ലാത്ത, മാരകമായ ലഹരിക്ക് അടിമപ്പെടാത്ത പുതുതലമുറയെ നമുക്ക് വാർത്തെടുക്കണം. നമുക്കൊപ്പം നിൽക്കാം. എല്ലാവർക്കും സ്നേഹം. താങ്ക് യു. നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ പടയോട്ടം, നമ്മൾ നാട്ടുകൂട്ടം എന്ന് പേരിട്ട് എങ്കേകാട്ടിൽ തുടങ്ങിയിട്ടുള്ള ഈ പടയോട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. അത് ഇനിയും തുടരും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും വലിയ സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഇതിൻ്റെ മുഖ്യ സംഘാടകനുമായിട്ടുള്ള ശ്രീ PK വിജയൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
ഹലോ മൈക്ക് ചെക്കിങ്. അതായത് നമ്മളവിടെ നമ്മൾ ഈ വിരുന്നിനൊക്കെ പോകുമ്പോൾ ചില ഗിഫ്റ്റ് കൊണ്ടുപോകത്തില്ലയോ? അപ്പം നമ്മൾ ചില ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ആദ്യമായിട്ട് ഈ ഗ്രാമത്തിൽ നിന്നൊരു വാർത്ത നമുക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞൊരു മനുഷ്യനില്ലേ, ആ മനുഷ്യന് ഒരു കപ്പ നമ്മൾ കൊടുക്കാൻ പോകും. അതെവിടെ? അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങ് അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മോഹവില 500 കോടി രൂപയാണ്. ഇതിൻ്റെ യഥാർത്ഥ വില 300 രൂപയാണ്. ഇപ്പോൾ കൊടുക്കട്ടോ? അപ്പോൾ നമ്മുടെ നാട്ടുകൂട്ടത്തിൻ്റെ പ്രസിഡന്റ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കപ്പ് കൊണ്ടുവന്നിട്ടില്ല. ഒരു വിഷമം കൊണ്ട് കൈയടിക്കാൻ. ഓക്കെ, നമ്മുടെ കൗൺസിലർ, എങ്കക്കാട് കൗൺസിലറിൻ്റെ ജോലിയാ ഇവിടെ ഒന്നും കാണരുതെന്നുള്ളൂ. നമ്മൾ ഒരു വരവ് വരും. ഓക്കെ, വിജയൻ മോഹവില അറിയാലോ. എൻ്റെ ഗിരീഷ് ചേട്ടാ, അങ്ങനെ വിദേശത്തൊക്കെ പോയല്ലേ? വിദേശ നാട്ടിലൊക്കെ ജോലി ചെയ്ത് 500 കോടി കേട്ടിട്ടുമില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഒരു 500 കോടിയുടെ അഴിമതി മോഹവില. ഓക്കെ, അതെ, ഉണ്ണികൃഷ്ണൻ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അതെ, ഇത് രാവിലെ ഇതിൽ തന്നെ കോപ്പി കഴിക്കണം. ഒരു 6 മാസം കൊണ്ട് അങ്ങയുടെ തടി 6 കിലോ കൂടും. അതൊക്കെയല്ലേ പറയാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമ്മളെന്തായി അല്ലേ? ഇനി നമുക്ക് കുറച്ച് ടീഷർട്ട് വേണമെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാം അല്ലേ? യുവജനങ്ങൾ കൊടുക്കാം. ഈ ടീഷർട്ടിൽ ഇട്ട് നിങ്ങൾ വേണം രാത്രി ആൾക്കെ മറ്റൊരു തപ്പാൻ, രാത്രി വരുന്നവരെ തപ്പാൻ കേട്ടോ. കൊടുക്ക്. ഓക്കെ. തീർന്നോ? വാങ്ങിച്ചോളൂ. വനിതകൾ കൂടെ കൊടുക്കണേ. സ്മിത, വനിതകൾ കൂടെ കൊടുക്കണം. കൗൺസിലർ ഇവിടുത്തെ കൗൺസിലറെ. അയ്യോ, ഇവിടെ ഒരാൾ വന്നു. വേണ്ടേ? അയ്യോ, കയറിയൊരു ഇറങ്ങ്. ഇത് ഒടിഞ്ഞു വീണ് കഴിഞ്ഞാലേ നമുക്ക് 20-ാം തീയതി സമ്മേളനം നടത്താനുള്ളതാ. കയറിയൊരു ഇറങ്ങ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു അല്ലേ? ഒരു ലാസ്റ്റ് ചേട്ടാ, സന്തോഷം. ചേട്ടാ ഇറങ്ങൂ. ഇനി നമ്മുടെ കൃതജ്ഞത. അപ്പോൾ നമ്മളിനി നമ്മുടെ ഈ അവസാനത്തെ MDMA-കാരൻ നാട് വിട്ടു പോയി കഴിയുമ്പോൾ എങ്കക്കാട്ടേക്ക് നമ്മൾ വരും. അന്ന് കുറച്ച് ഗിഫ്റ്റ് കൂടെ കൊണ്ടുവരാം. നമസ്കാരം. തുടക്കത്തിൽ വളരെ സന്തോഷം, ഒടുക്കത്തിൽ അതിലും സന്തോഷം. സന്തോഷത്തിൻ്റെ കൂമ്പാരങ്ങൾ മാത്രം. ഞാൻ ആലോചിക്കുകയാണ്, ഒരു 10 വർഷം കൂടി അപ്പുറത്തേക്കാണ് നമ്മൾ ഈ പരിപാടി നടത്തണമെങ്കിൽ, നമ്മളല്ല കേരളത്തിൽ ഈ പരിപാടി നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ സ്ഥിതി അല്ലേ? ഒരു 10 വർഷം അപ്പുറത്താണ് നമ്മളിങ്ങനെ കൂടിക്കാഴ്ച ഇങ്ങനെ പരിപാടി നടത്തണമെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? 10 വർഷം വൈകി. എന്തായാലും കൂടുതലൊന്നും ഇടുന്നില്ല. സാർ വളരെ നന്ദി. പ്ലീസ് സാർ, വളരെ നന്ദി. കൂടാതെ ലൈവായി നിൽക്കുന്നവരെ നമുക്ക് പിടിച്ചൊതുക്കാൻ പറ്റും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ആൾക്കാരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? നമ്മൾ നിർത്തുമത്. അയ്യോ, വളരെയധികം ആൾക്കാരുണ്ട്. പക്ഷെ ഒരു സത്യം പറയാം, ഞങ്ങളുടെ ചെക്കൻ പറഞ്ഞ പോലെ ഈ നാട്ടിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ അറ്റ് ടൈമിൽ ഒരു ഫാമിലിയിലും ഒരു കുട്ടികളും ഒരു വൃദ്ധന്മാരും ഇല്ല. സത്യം, ഞാൻ പറയുന്നത് വളരെ സത്യമാണ്. എങ്കക്കാട്ടിൽ 500 വീട്ടിലും 500 വീട്ടുകാരെ അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് വ്യക്തമായി പറയാണ്, ഈ നാട്ടിൽ ഒരു വീട്ടിലും ഒരു കുട്ടിയും ഈ വക ഉപയോഗങ്ങൾ നടത്തുന്നില്ല എന്നുള്ള 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ അത്രയും ജാഗ്രതയാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയാം അല്ലേ? എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. എല്ലാവർക്കും. ഇനി നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യം ദേശീയ ഗാനം.
जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता